2012 ഒക്ടോബർ മാസം 22 അമേരിക്കയിലെ പെൻസിൽവാനിയ സംസ്ഥാനത്തിലെ വെസ്റ്റ് മറൈൻ എന്ന പട്ടണത്തിൽ വൈകുന്നേരം ഏകദേശം 5:30 ഇന്ത്യക്കാരായ പലരും താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിന്റെ 5ാം നിലയിൽ 31 വയസ്സുള്ള വെങ്കട പ്രസാദ് 29 വയസ്സുള്ള ചിഞ്ചുലതയും ഓഫീസ് ബാഗുകൾ ചുമലിൽ തൂക്കി ക്ഷീണിതരായി നടന്നു വന്നു. തങ്ങളുടെ ഫ്ളാറ്റിന്റെ കോളിംഗ് ബെൽ അമർത്താൻ പോകുമ്പോൾ വാതിൽ പൂട്ടാതെ തുറന്നു കിടക്കുന്നതാണ് പ്രസാദ് ശ്രദ്ധിച്ചത്. ഇത് കണ്ടപ്പോൾ അയാൾ ഞെട്ടിപ്പോയി. എന്തുകൊണ്ട് വാതിൽ പൂട്ടിയിട്ടില്ല എന്ന് ഭാര്യയോട് ചോദിച്ചു. അതിന് ലത പറഞ്ഞത്, എനിക്കറിയില്ല, അകത്തു പോയി നോക്കാമെന്ന്. അവർ വാതിൽ തുറന്ന് അകത്ത് പ്രവേശിച്ചു. അകത്ത് കടന്നത് മുതൽ ഫ്ളാറ്റ് മുഴുവനും അസ്വാഭാവികമായ നിശബ്ദത. ഹാളിൽ ആരുമില്ല എന്ന് മനസ്സിലായി. ഹാളിന് എതിർവശത്തുള്ള അടുക്കളയിലേക്ക് പ്രസാദ് നടന്നു. അവിടെ കണ്ട കാഴ്ച അയാളുടെ ഹൃദയം തകർന്ന് നിലയ്ക്കുന്നത് പോലെയായി. നിലത്ത് കട്ട പിടിച്ച രക്തം. പ്രസാദിന്റെ 61 വയസ്സുള്ള അമ്മ സത്യവതി തലകീഴായി കിടക്കുകയാണ്. ശ്വാസമില്ല. ഇത് കണ്ടപ്പോൾ തന്നെ ഭീകരമായി എന്തോ സംഭവിച്ചുവെന്ന് അവന് മനസ്സിലായി. ഇത് യാഥാർത്ഥ്യമാണോ അതോ സ്വപ്നമോ? ഒന്നും തിരിച്ചറിയാൻ കഴിയാതെ ലത ഞെട്ടലിൽ ഉറച്ചു നിന്നു. ഭയത്തിൽ വിറച്ചു നിന്ന പ്രസാദ് ഉടനെ അമ്മയെ തോളിൽ പിടിച്ചുയർത്താൻ ശ്രമിച്ചു. അപ്പോഴാണ് കഴുത്തിൽ കുത്തേറ്റ മുറിവുകൾ കണ്ടത്. അവിടെ നിന്ന് ഒഴുകിയ രക്തം സാരിയിലും കട്ട പിടിച്ച കറയായി തന്നെ കിടപ്പുണ്ട്. അമ്മയെ ആരോ ക്രൂരമായി കൊലപ്പെടുത്തിയെന്ന് മനസ്സിലാക്കിയപ്പോൾ പ്രസാദ് പാനിക്കായി. അപ്പോഴാണ് അവൻ മറ്റൊരു കാര്യം ഓർമ്മ വന്നത്. ഉറഞ്ഞു നിന്നിരുന്ന ഭാര്യയുടെ കൈ പിടിച്ച് അടുത്തേക്ക് വലിച്ചുകൊണ്ടവൻ പറഞ്ഞു, സാൻവി എവിടെയാണ്? ഇത് കേട്ടപ്പോൾ ലതയും കൂടുതൽ ഭയന്നു. അവൾ ഉടൻ തന്നെ ഫ്ളാറ്റിലെ 2 ബെഡ്റൂമുകളിലും സാൻവി അന്വേഷിച്ചു. പ്രസാദും സ്റ്റഡി റൂം, ബെഡ്റൂം, ഹാൾ എല്ലാം പരിശോധിച്ചു. എന്നാൽ കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം സാൻവി എവിടെയും ഇല്ല എന്ന് മനസ്സിലായി. വിയർത്ത മുഖത്തോടുകൂടി അവർ ഇരുവരും പോലീസിനെ വിളിക്കൂ പ്രസാദ് എന്ന് ലത പറഞ്ഞു. പ്രസാദ് ഉടൻ തന്നെ പാന്റ് പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു. അമേരിക്കയിലെ എമർജൻസി നമ്പറായി 911 വിളിച്ചു. ആരോ എൻ്റെ അമ്മയെ കൊന്നു, എൻ്റെ മകളായ സാൻവിയെ കാണാനില്ല, ദയവായി ഉടൻ തന്നെ വരണമെന്ന് പറഞ്ഞു. ഫോൺ വച്ചതിന് ശേഷം ഹാളിലെ മേശപ്പുറത്ത് കിടന്നിരുന്ന ഒരു പത്രത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ പോയി. അത് കണ്ട അടുത്ത നിമിഷം പോലീസിനെ വിളിച്ചത് വലിയ പിഴവായി പോയോ എന്നൊരു ഭയം അവനെ വല്ലാതെ പിടിച്ചു. എന്താണ് ഈ പറയുന്നത്? അമ്മയെ കൊലപ്പെടുത്തി, മകളെ കാണാനില്ല, പിന്നെ പോലീസിനെയല്ലേ വിളിക്കേണ്ടത്? ഇങ്ങനെ നിങ്ങൾക്ക് തോന്നാം. അതിന് കാരണം ആ പത്രത്തിൽ അവൻ കണ്ടതാണ്. അവൻ ആ പത്രത്തിൽ എന്താണ് കണ്ടത്? കാണാതായ സാൻവിക്ക് എന്താണ് സംഭവിച്ചത്? അമ്മയെ ക്രൂരമായി കൊലപ്പെടുത്തിയത് ആരാണ്? അമേരിക്കൻ ക്രൈം ചരിത്രത്തിൽ ഒരു ഇന്ത്യക്കാരന് ലഭിച്ച ആദ്യത്തെ വിധി. അമേരിക്കയിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവനും സെൻസേഷനായി സംസാരിക്കപ്പെട്ട ഒരു കേസ്. ഈ ഒരു ഞെട്ടിപ്പിക്കുന്ന ക്രൈം കേസിനെ കുറിച്ചാണ് നമ്മൾ ഇന്നറിയാൻ പോകുന്നത്. ആന്ധ്രയിൽ നിന്നുള്ള പ്രസാദും ലതയും IT കമ്പനിയിൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായി ജോലി ചെയ്തു വരികയായിരുന്നു. ഒരുമിച്ച് ജോലി ചെയ്യുന്നതിനിടെ അവർ തമ്മിൽ പ്രണയത്തിലായി. കുറച്ചു മാസങ്ങൾക്കകം തന്നെ അവരുടെ പ്രണയം കുടുംബങ്ങളോട് പറഞ്ഞു. കുടുംബങ്ങളുടെ സമ്മതത്തോടെയും അനുഗ്രഹത്തോടെയും വിവാഹത്തിന് അംഗീകാരം ലഭിച്ചു. അതേ സമയത്ത് അവർക്ക് കൂടി സന്തോഷം നൽകിക്കൊണ്ട് അമേരിക്കയിൽ ജോലി ചെയ്യാനുള്ള ഓഫറും ലഭിച്ചു. 2007 ഫെബ്രുവരിയിൽ അവർ ആന്ധ്രയിൽ വെച്ച് സന്തോഷകരമായ വിവാഹം നടത്തി. അടുത്ത ചില ആഴ്ചകൾക്കകം അവർ അമേരിക്കയിലേക്ക് പുറപ്പെട്ടു. വെസ്റ്റ് മറൈൻ പട്ടണത്തിൽ ഒരു ഫ്ളാറ്റ് വാങ്ങി അവിടെ താമസിച്ച് ജോലി ചെയ്യാൻ തുടങ്ങി. ഫ്ളാറ്റ് വാങ്ങാനെടുത്ത വായ്പ അടച്ചു തീർത്ത ശേഷം ഒരു കുഞ്ഞ് വേണം എന്ന തീരുമാനം അവർ എടുത്തു. അടുത്ത ചില വർഷങ്ങൾക്കകം ആ സ്വപ്നം സഫലമായി. നല്ല ബാങ്ക് ബാലൻസും ഒരു കാറുമൊക്കെ ഉണ്ടാക്കി അവർ ജീവിതത്തിൽ സ്ഥിരത കൈവരിച്ചു. 2012 ജനുവരിയിൽ അവരുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരിയായ ഒരു മകളെത്തി. അവളുടെ ജനനത്തിന് ശേഷം ലത തന്റെ കമ്പനിയിൽ നിന്നും 5 മാസത്തെ മെറ്റേണിറ്റി ലീവ് എടുത്തു. കുഞ്ഞിനെ വീട്ടിൽ തന്നെ നോക്കി വളർത്തി. പക്ഷെ അവധി കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോകേണ്ടതായപ്പോൾ കുഞ്ഞിനെ നോക്കാൻ പ്രസാദിന്റെ മാതാപിതാക്കൾ ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തി. ആദ്യ കുഞ്ഞ് ജനിച്ച ഓരോ ദമ്പതികൾക്കും അറിയാം, മുത്തശ്ശിയും മുത്തച്ഛനും ഒപ്പം ഉണ്ടാകുന്നത് കുഞ്ഞിന് എത്ര വലിയ പിന്തുണയാണെന്ന്. പ്രസാദും ലതയും ജോലിക്ക് പോകേണ്ടി വരുമ്പോൾ കുഞ്ഞിനെ അവർ ശ്രദ്ധയോടെ നോക്കാനും വീട്ടിലെ പാചകം, വൃത്തിയാക്കൽ, വസ്ത്രം കഴുകൽ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാനും അവരുടെ മാതാപിതാക്കൾ വലിയ പിന്തുണയായി തന്നെ നിന്നു. അതുകൊണ്ട് തന്നെ കുഞ്ഞിനെ കുറിച്ച് ആലോചിച്ച് ആശങ്കപ്പെടാതെ അവർ ഇരുവരും ആശ്വാസത്തോടെ ഓഫീസ് ജോലികൾ ചെയ്ത് വീട്ടിലേക്ക് വരാറുണ്ടായിരുന്നു. ഇങ്ങനെ എല്ലാം നന്നായി പോകുന്നതിനിടെ പ്രസാദിന്റെ അച്ഛന്റെ അവധി തീർന്നതിനാൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങി.
എന്നാൽ സഹായത്തിനായി കുഞ്ഞിനെ നോക്കാൻ കുറച്ച് മാസങ്ങൾ കൂടി പ്രസാദിന്റെ അമ്മ അമേരിക്കയിൽ തന്നെ തങ്ങി. അച്ഛൻ ഇന്ത്യയിലേക്ക് മടങ്ങി 3 മാസം കഴിഞ്ഞപ്പോൾ പ്രസാദിന്റെ മുഴുവൻ കുടുംബത്തിന്റെയും സന്തോഷം കവർന്നെടുത്ത ആ ഭീകര സംഭവം ഉണ്ടായി. ഇൻട്രോയിൽ പറഞ്ഞ അതേ സംഭവം അവരുടെ ജീവിതത്തിൽ നടക്കാൻ തുടങ്ങി. പ്രസാദ് പോലീസിനെ വിളിച്ച ശേഷം അവൻ പേടിച്ചുവെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന് കാരണം ഹോളിലെ മേശപ്പുറത്ത് കിടന്നിരുന്ന ഒരു പത്രം. ആ പത്രത്തിന് മുകളിൽ ഒരു കത്തുണ്ടായിരുന്നു. അത് കണ്ട പ്രസാദ് കത്തെടുത്ത് വായിക്കാൻ തുടങ്ങി. ആ കത്തിൽ എഴുതിയിരുന്നത് ഇതായിരുന്നു: നോക്ക് ശിവ, നിങ്ങളുടെ കുഞ്ഞിനെ ഞങ്ങൾ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്. പോലീസിനെ വിളിച്ചാൽ കുഞ്ഞിനെ ജീവനോടെ കാണാൻ സാധിക്കില്ല. നിങ്ങളുടെ ഓരോ നീക്കവും ഞങ്ങൾ നിരീക്ഷിക്കുകയാണ്. നിങ്ങൾ പോലീസിനെ വിളിച്ചാൽ അത് ഞങ്ങൾക്ക് ഉടൻ മനസ്സിലാകും. നിങ്ങളുടെ മകൾ ജീവനോടെ തിരികെ വരണമെങ്കിൽ ഞങ്ങൾ പറയുന്നത് പോലെ കേൾക്കണം. ഞങ്ങൾക്ക് $50,000 വേണം. അതൊരു വലിയ ബാഗിൽ വയ്ക്കണം. അത് നിങ്ങളുടെ ഭാര്യ ലതയുടെ കയ്യിൽ കൊടുക്കണം. ഇന്ന് രാത്രി 8 മണിയോടെ അവൾ പാർക്കിംഗ് ലോട്ടിന് സമീപം ഒറ്റയ്ക്ക് വരണം. അവളുടെ കയ്യിൽ നിന്നും ഒരാൾ വന്ന് പണം വാങ്ങിക്കൊണ്ടു പോകും. അതിനുശേഷം നിങ്ങളുടെ മകൾ എവിടെയാണെന്നുള്ളത് ഞങ്ങൾ ഫോണിലൂടെ വിളിച്ചറിയിക്കും. അവളെ എങ്ങനെ കൊണ്ടുപോകണമെന്ന് പറയുകയും ചെയ്യും. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഭാര്യ ഒറ്റയ്ക്ക് തന്നെ വരണം. ഇത് ഗൗരവമായ ഒരു മുന്നറിയിപ്പാണ്. ഞങ്ങളെ പിടിക്കാൻ പോലീസിനെ സമീപിച്ചാൽ നിങ്ങളുടെ അമ്മയെപ്പോലെ തന്നെ നിങ്ങളുടെ മകളും ശവമായി നിങ്ങളിലേക്ക് എത്തും. ഇംഗ്ലീഷിൽ എഴുതിയ ആ കത്ത് പ്രസാദ് വായിച്ചു. ഇത് കണ്ടപ്പോൾ ആവേശത്തിൽ പോലീസിനെ വിളിച്ചത് വലിയ തെറ്റായി പോയോ എന്നൊരു ഭയം അവനുണ്ടായി. ലതയും കത്ത് വായിച്ചു. പാനിക്കിൽ നമ്മൾ തെറ്റ് ചെയ്തുവെന്ന് തോന്നുന്നുവെന്ന് ലതയും പറഞ്ഞു. അതിനാൽ പ്രസാദ് വീണ്ടും പോലീസിനെ വിളിച്ചു. കത്തിൽ എഴുതിയിരുന്ന ഭീഷണിയെക്കുറിച്ച് അറിയിച്ചു. അതിനുശേഷം പോലീസുകാർ യൂണിഫോം ധരിക്കാതെ സാധാരണ വേഷത്തിൽ ആ ഫ്ലാറ്റിലെത്തി. അവർ ആ കത്ത് വിശദമായി പരിശോധിച്ചു. നിങ്ങളെ വിളിച്ചതിന് ശേഷമാണ് ഞാൻ കത്ത് കണ്ടത്. പോലീസിനെ സമീപിച്ചാൽ എന്റെ മകളെ ജീവനോടെ കാണാൻ കഴിയില്ല എന്നവർ ഭീഷണിപ്പെടുത്തി. ഇങ്ങനെ പ്രസാദ് പറഞ്ഞു. അതിന് പോലീസുകാർ പറഞ്ഞത്, ഭയപ്പെടേണ്ട, നിങ്ങളുടെ മകളെ സുരക്ഷിതമായി തിരികെ കൊണ്ടുവരേണ്ടത് ഞങ്ങളുടെ കടമയാണ്. അങ്ങനെ പോലീസുകാർ ഇരുവരെയും ആശ്വസിപ്പിച്ചു. കത്തിൽ നിങ്ങളെ നിരീക്ഷിക്കുന്നുവെന്ന് എഴുതിയിരുന്നതിനാൽ ഫ്ളാറ്റിൽ ഒളിഞ്ഞ ക്യാമറയോ മൈക്കോ ഉണ്ടോ എന്ന് പരിശോധിച്ചു. എന്നാൽ അത്തരത്തിലൊന്നും കണ്ടെത്താനായില്ല. പ്രസാദിന്റെ അമ്മ കൊല്ലപ്പെട്ട സ്ഥലത്തെ ക്രൈം സീൻ അവർ സുരക്ഷിതമാക്കി. വാർത്ത പുറത്തേക്ക് ചോർന്നു പോകാതിരിക്കാൻ ശരീരം പുറത്തേക്ക് മാറ്റാതെ അതേ സ്ഥലത്ത് സൂക്ഷിച്ചു. അതിനിടെ $50,000 ബാഗിൽ വെച്ചു. അത് ലതയ്ക്ക് വെച്ചു. കത്തിൽ പറഞ്ഞ സ്ഥലത്ത് പോയി നിൽക്കാൻ പറഞ്ഞു. ഞങ്ങൾ മുഴുവനായും നിങ്ങളെ നിരീക്ഷിക്കും. അയാൾ വന്ന് ബാഗ് എടുത്തുകൊണ്ടു പോകുന്ന മുറയ്ക്ക് ഞങ്ങൾ അയാളെ പിന്തുടരും. മുഴുവൻ സംഘത്തെയും പിടികൂടും. നിങ്ങളുടെ മകളെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കും എന്ന് പോലീസുകാർ പറഞ്ഞു. പക്ഷെ ലത പറഞ്ഞത്, എനിക്ക് ഭയമുണ്ട്. എൻ്റെ മകളുടെ ജീവൻ അപകടത്തിലാകുമോ എന്ന്. ദയവായി നിങ്ങൾ എന്നെ പിന്തുടരരുത്. അവർ പറഞ്ഞതുപോലെ ഞാൻ ഒറ്റയ്ക്ക് പോയി പണം കൊടുക്കാം. ഇത് കേട്ട പ്രസാദ് പറഞ്ഞു, നിന്നെ ഒറ്റയ്ക്ക് അയക്കാൻ എനിക്ക് ഭയമാണ്. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്ക് സഹിക്കാനാകില്ല. അവർ ഇതിനകം എൻ്റെ അമ്മയെ ക്രൂരമായി കൊന്നു. അവർ തീർച്ചയായും ശിക്ഷിക്കപ്പെടണം. അവന്റെ വാക്കുകൾ ശരിയാണെന്ന് ലതയ്ക്ക് മനസ്സിലായി. അവളും സമ്മതിച്ചു. അപ്പാർട്ട്മെന്റിൽ നിന്നും ഏകദേശം 300 മീറ്റർ അകലെ കത്തിൽ പറഞ്ഞ ആ പാർക്കിംഗ് ലോട്ടിലെത്തി. രാത്രി 8 മണിയോടെ അവൾ അവിടെ നിൽക്കാൻ തുടങ്ങി. അതേസമയം ആർക്കും സംശയം തോന്നാതെ പോലീസ് ദൂരത്തു നിന്നും അവളെ കർശനമായി നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കത്തിൽ പറഞ്ഞതുപോലെ സമയം രാത്രി 8 മണിയോട് അടുക്കുകയായിരുന്നു. പ്രസാദിന്റെ ഭാര്യ ലത അതീവ ശ്രദ്ധയോടെ ചുറ്റും നോക്കി നിന്നു, ആരെങ്കിലും തന്റെ അടുത്തേക്ക് വരുന്നുണ്ടോ എന്ന്. പക്ഷേ സമയം കടന്നു പോകുന്തോറും ആരും അവളെ സമീപിച്ചില്ല. 1 മണിക്കൂർ കഴിഞ്ഞിട്ടും പണം നിറച്ച ബാഗ് വാങ്ങാൻ ആരും എത്തിയില്ല. ഇത് കണ്ട ലതയ്ക്ക് ഭയം കൂടി. അതേസമയം പാർക്കിംഗ് ഏരിയയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ പോലീസ് സംശയാസ്പദരായ ആരെങ്കിലും വരുന്നുണ്ടോ എന്നും ശ്രദ്ധിച്ചു. പണം എടുക്കാൻ വരാൻ ഇടയുള്ള ആളുകളെ കണ്ടെത്താനായിരുന്നു ശ്രമം. എന്നാൽ 1 മണിക്കൂറോളം പരിശോധന നടത്തിയിട്ടും സംശയിക്കപ്പെടുന്ന ആരെയും കണ്ടെത്താനായില്ല. ലതയുടെ അടുത്തേക്ക് പണം വാങ്ങാൻ ആരും എത്തിയില്ല. മകൾ കാണാതായ വേദനയോടെ ലത അവിടെ തന്നെ നിൽക്കുമ്പോൾ പോലീസുകാർ അവളുടെ അടുത്തെത്തി പറഞ്ഞു, ഇനി അവർ വരാൻ സാധ്യതയില്ല, വരൂ ഫ്ലാറ്റിലേക്ക് പോകാം. പക്ഷെ ലത വീണ്ടും പാനിക്കായി. പോലീസിനെ അറിയിച്ചത് അവർ അറിഞ്ഞിട്ടുണ്ടാകാം. അതുകൊണ്ടാകാം അവർ വരാത്തത്. അവരെന്റെ മകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകുമോ? ഇങ്ങനെ ലത ഭയന്നുകൊണ്ട് പറഞ്ഞു. പോലീസുകാർക്കും അതിൽ സംശയം ഉണ്ടായിരുന്നു. എങ്കിലും അത് പുറത്ത് പ്രകടിപ്പിക്കാതെ, ഇല്ലില്ല, അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല, ദയവായി ശാന്തരായിരിക്കുക, നിങ്ങളുടെ മകളെ നിങ്ങൾക്ക് തിരികെ ലഭിക്കും. അങ്ങനെ അവളെ ആശ്വസിപ്പിച്ച് അവർ ലതയെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോയി. ഫ്ലാറ്റിൽ കാത്തിരുന്ന പ്രസാദും സംഭവങ്ങൾ അറിഞ്ഞപ്പോൾ ഞെട്ടി. പോലീസുകാർ അവനെയും ആശ്വസിപ്പിച്ചു. ശേഷം പ്രസാദിന്റെ അമ്മ സത്യവതിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി അയച്ചു. റിപ്പോർട്ടിൽ പറയുന്നത് അവരുടെ കഴുത്തിൽ നിരന്തരം കുത്തേറ്റത് കൊണ്ടാണ് മരണം സംഭവിച്ചത് എന്ന്. ക്രൈം നടന്ന സമയം ഏകദേശം ഉച്ചയ്ക്ക് 3 മണിയോടെയാണെന്നും റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. ഇത് മനസ്സിലാക്കിയ ശേഷം പോലീസ് പ്രസാദിന്റെ വീട് വിശദമായി പരിശോധിച്ചു.
അപ്പോൾ അവർ കണ്ടെത്തിയത് കബോർഡിൽ നിന്നും ഏകദേശം 10 ലക്ഷം രൂപ വില വരുന്ന സ്വർണ്ണാഭരണങ്ങൾ കാണാതായിട്ടുണ്ട്. പക്ഷെ കബോർഡിന്റെ പൂട്ട് തകർത്തിട്ടില്ല. താക്കോൽ ഉപയോഗിച്ച് തുറന്നതുപോലെയാണ് തോന്നിയത്. ഒരു കള്ളനാണ് വന്നതെങ്കിൽ പൂട്ട് തകർത്തേനെ. പോലീസുകാർ ഇതിനെക്കുറിച്ച് പ്രസാദിനോട് ചോദിച്ചു. അയാൾ പറഞ്ഞത് താക്കോൽ എല്ലായ്പ്പോഴും കബോർഡിന്റെ ആ വാതിൽ തന്നെ ഉണ്ടാകും. ഇന്ത്യയിലുണ്ടായിരുന്ന പ്രസാദിന്റെ അച്ഛൻ ഭാര്യ കൊല്ലപ്പെട്ട വിവരം അറിഞ്ഞ് കരയാൻ തുടങ്ങി. അപ്പാർട്ട്മെന്റിലെ അയൽവാസികൾ പ്രസാദിനെയും ലതയെയും ആശ്വസിപ്പിച്ചു. അവിടെ താമസിച്ചിരുന്ന ഒരു ഇന്ത്യൻ കുടുംബം അവർക്ക് തങ്ങളുടെ ഫ്ളാറ്റിൽ താമസിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി. ഇന്ത്യൻ കുടുംബം മാത്രമല്ല, അമേരിക്കൻ കുടുംബങ്ങളും സഹായത്തിനായി രംഗത്തെത്തി. കുട്ടിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് $50,000 പാരിതോഷികം നൽകുമെന്നും പ്രഖ്യാപിച്ചു. അത് പട്ടണത്തിന്റെ പല ഭാഗങ്ങളിലും ഒട്ടിച്ചു. അതിനു പുറമെ കുട്ടിയെ വേഗത്തിൽ കണ്ടെത്താൻ പ്രാർത്ഥനാ സംഘടനകളും സംഘടിപ്പിച്ചു. അപ്പാർട്ട്മെന്റിന്റെ പുറത്ത് മെഴുകുതിരി തെളിയിച്ച് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചു. ഇങ്ങനൊരു സമൂഹം മുഴുവനും പിന്തുണ നൽകിക്കൊണ്ടിരിക്കുമ്പോഴും ഈ കേസിൽ വ്യക്തമായ ഒരു സൂചന പോലും ലഭിക്കാതെ പോലീസുകാർ വലിയ സമ്മർദ്ദത്തിൽ അന്വേഷണം തുടരുകയായിരുന്നു. ആദ്യമായി വീടിനുള്ളിൽ കടന്നത് ആരാണെന്ന് കണ്ടെത്താൻ പോലീസ് ഡോർ ക്യാമറ പരിശോധിക്കാൻ തുടങ്ങി. പക്ഷേ പ്രസാദിന്റെ വീട്ടിൽ ഡോർ ക്യാമറ സ്ഥാപിച്ചിരുന്നില്ല. അത് മനസ്സിലാക്കിയതോടെ പ്രസാദ് താമസിച്ചിരുന്ന ആ ഫ്ലോർ മാത്രമല്ല, അപ്പാർട്ട്മെന്റിൽ 50-ലധികം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. പ്രത്യേകിച്ച് അപ്പാർട്ട്മെന്റിന്റെ എൻട്രൻസ് ക്യാമറയിൽ പുതിയ ആളുകൾ ആരെങ്കിലും അകത്ത് വന്നിട്ടുണ്ടോ എന്ന് സൂക്ഷ്മമായി പരിശോധിച്ചു. അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്നവരോടും അവർ ഗൗരവമായി ചോദ്യം ചെയ്തു. എന്നാൽ ഇതൊന്നിൽ നിന്നും വ്യക്തമായ ഒരു സൂചന പോലും ലഭിച്ചില്ല. അതേസമയം കിഡ്നാപ്പർമാർ പ്രസാദിനെയോ ലതയെയോ വിളിക്കുന്നുണ്ടോ എന്നും പോലീസ് നിരീക്ഷിച്ചു. പോലീസ് പ്രതീക്ഷിച്ചതുപോലുള്ള ഒരു ഫോൺ കോളും പിന്നീട് വന്നില്ല. ഇപ്പോൾ ഈ കൊലപാതകവും കിഡ്നാപ്പിങ്ങും പണത്തിന് വേണ്ടിയിട്ടാണ് എന്ന് കരുതിയ പോലീസുകാർ ഇവർക്ക് പണവും ആഭരണങ്ങളും ഉണ്ട് എന്ന് അറിയാവുന്ന ആരോ തന്നെയാണ് ഇത് ചെയ്തത് എന്ന് ഉറപ്പിച്ചു. അതിനാൽ ബാങ്ക് ബാലൻസോ ഈ സ്വർണ്ണാഭരണങ്ങളുടെ വിവരമോ അടുത്തിടെ ആരോടെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പ്രസാദും ലതയും ഒരുപോലെ ഇല്ല എന്ന് മറുപടി നൽകി. അതുപോലെ അവരുടെ കമ്പനിയിലോ ജോലിസ്ഥലത്തോ ആരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നും ചോദിച്ചു. അവിടെയും യാതൊരു സൂചനയും ലഭിച്ചില്ല. ഇങ്ങനെ അന്വേഷണത്തിന്റെ എല്ലാ വഴികളും അടഞ്ഞുപോയി. പോലീസ് വലിയ സമ്മർദ്ദത്തിൽ അന്വേഷണം തുടരുമ്പോൾ ഫോറൻസിക് സംഘത്തിൽ നിന്നും ഒരു പ്രധാനപ്പെട്ട തെളിവ് ലഭിച്ചു. അതെ, പ്രസാദിന്റെ വീട്ടിൽ പ്രസാദ്, ലത, സത്യവതി ഇവരുടെ ഫിംഗർ പ്രിന്റ്സിന് പുറമെ മറ്റ് 13 പേരുടെ വിരലടയാളങ്ങൾ കണ്ടെത്തി. സത്യവതിയുടെ സാരിയിൽ യാതൊരു പരിചയമില്ലാത്തൊരു മനുഷ്യന്റെ മുടിയും കണ്ടെത്തി. ഇത്തരത്തിൽ ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചപ്പോൾ ഈ ഫിംഗർ പ്രിന്റ്സും DNA എല്ലാം കിട്ടിയാൽ പോലും സംശയിക്കുന്ന ഒരാളെ കണ്ടെത്തിയാൽ മാത്രമേ താരതമ്യം ചെയ്യാനാവുകയുള്ളൂ. സത്യത്തിൽ പോലീസും അതേ കാര്യമാണ് ചിന്തിച്ചത്. അപ്പോഴാണ് അവർ ഇതുവരെയും ശ്രദ്ധിക്കാത്ത ഒരു പ്രധാന കാര്യം അവർ ഓർത്തത്. അതുമാത്രമല്ല, അതിനെ അടിസ്ഥാനമാക്കി അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെ പോലീസിന് ലഭിച്ച ഒരു ഫോൺ കോൾ അമേരിക്കൻ ക്രൈം ചരിത്രത്തിൽ പുതിയ റെക്കോർഡ് സൃഷ്ടിച്ച ഒരു കേസായി ഇത് മാറാനത് കാരണമായി മാറി. അപ്പോൾ അവർ മറന്നുപോയ പ്രധാന കാര്യം എന്തായിരുന്നു? പോലീസിന് ലഭിച്ച ഫോൺ കോളിൽ എന്താണ് പറഞ്ഞത്? സംഭവിച്ച അപ്രതീക്ഷിത ട്വിസ്റ്റ് എന്താണ്? എല്ലാം ഈ വീഡിയോയുടെ 2ാം ഭാഗത്തിലൂടെ നമുക്ക് കാണാം. ഇൻട്രോയിൽ പറഞ്ഞതുപോലെ അമേരിക്കൻ ക്രൈം ചരിത്രത്തിൽ ഒരു ഇന്ത്യക്കാരന് ആദ്യമായി ലഭിച്ച ആ പ്രത്യേക വിധി എന്തായിരുന്നു? ആ കില്ലർ ആരാണ്? ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രധാന കാര്യം പോലീസിന്റെ മനസ്സിലിങ്ങനെ മിന്നിത്തെളിഞ്ഞു. ആ സൂചന ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയുന്നുമുണ്ട്. സ്മാർട്ടായി ചിന്തിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് തന്നെ അത് പറയാം. ശ്രദ്ധിച്ചവർ കമന്റിൽ പറയുക. ഒരു സൂചന കൂടി തരാം. കില്ലർ അവരുടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണെന്നുള്ളത് കമന്റിൽ പറയുക. ശരിയാണോ എന്ന് നമുക്ക് അടുത്ത വീഡിയോയുടെ പരിശോധിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ക്രൈം കേസുകളെക്കുറിച്ച് അറിയാനായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.